ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ കസ്റ്റമേഴ്സ് പലരും നമ്മളുമായി ബന്ധപ്പെടുകയും ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ വീട് 24 അവേഴ്സ് സെക്യൂരിറ്റി സേവനമുള്ള ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ ഒരു വില്ല പ്രൊജക്റ്റ് എന്നുള്ള ആവശ്യം ഉന്നയിക്കാറുണ്ട്. അവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്രദമാകും. അതെ, മനോഹരമായ ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിച്ച ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 2 വീടുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. 45ഓളം വീടുകൾ വരുന്ന ഒരു പ്രൊജക്റ്റാണിത്. അതിൽ 15ഓളം വീടുകളുടെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിൽ ചിലതൊക്കെ ഓൾറെഡി ഒക്യുപ്പൈഡ് ആയി കഴിഞ്ഞു. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന 3 സെൻറ്റ് 300 ലിങ്സിലാണ്. 1600ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പറ്റിയൊരു സ്പേസും ഉൾപ്പെടെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിൽ നമുക്ക് കാണാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക്, ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. മാത്രമല്ല കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2-2.5 കിലോമീറ്റർ ദൂരം, കളമശ്ശേരി ന്യൂവാൾസ് ഇൻ്റർനാഷണൽ ലോ കോളേജിലേക്ക് 1 കിലോമീറ്റർ ദൂരവും ഒരു 3-3.5 കിലോമീറ്റർ ദൂരത്തിലായി സീപോർട്ട് എയർപോർട്ട് റോഡും കളമശ്ശേരി ടൗണിലേക്ക് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. മനോഹരമായ ഒരു എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. നല്ല വീതി കൂടിയ 2 വാഹനം ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്തായി 2 കാറുകൾ, ഒരു വലിയ SUV മോഡൽ കാറും ഒരു ചെറിയ കാറും, 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ വീടിൻ്റെ ദർശനം വരുന്നത് നോർത്ത് ഫേസിംഗ് ആണ്. വടക്ക് കിഴക്ക് മൂലയിലായി കിണറും നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നമുക്ക് കാണാം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ഇൻറ്റീരിയർ വർക്ക് നൽകി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നമുക്ക് ഈ ലിവിങ് സ്പേസിൽ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്കൊരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിളെല്ലാം യൂസ് ചെയ്യാനുള്ളൊരു സ്പേസ് നൽകിയിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഒരു കോർട്ട്യാർഡ് നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ എല്ലാം ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് കട്ട്ലറി ക്രോക്കറികൾക്കുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടറിൽ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ബേർണർ വയ്ക്കുന്ന ഒരു ദിക്ക് വരുന്ന കിഴക്കോട്ടാണ്. മാത്രമല്ല ഇലക്ട്രിക് ചിമ്മിനി എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചണോട് ചേർന്ന് തന്നെ ബാക്ക് സൈഡിൽ ഒരു വർക്ക് ഏരിയ, നല്ല അത്യാവശ്യം സ്പേഷ്യസ് ഒരു വർക്ക് ഏരിയ, നമുക്ക് നിന്നൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ 2-3 പേർക്ക് ഈസിയായി വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 അടി വീതിയും ഒരു 13-14 അടി നീളവുമായാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഏരിയയിൽ ഡ്രസ്സിങ് യൂണിറ്റ് അവൈലബിൾ ആണ്.
അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 7-8 വർഷം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന ഒരു സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഇലക്ട്രിക് മെറ്റീരിയൽസിനാണ് വി ഗാർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വുഡെല്ലാം ആഞ്ഞിലി മരത്തിലാണ് വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് ൻ്റെ ഫ്ലോറിങ്ങിനായി വുഡ് ആൻഡ് ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്, അപ്പർ ലിവിങ് ഏരിയ. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ എല്ലാം ടെക്സ്റ്റ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. ഒരു സ്റ്റഡി ഏരിയ, ഒരു സ്റ്റഡി ടേബിൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഷെൽഫുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 12 അടി നീളവും ഒരു 15 അടി വീതിയുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമോട് തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയും സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സോസ്റ്റ് സൗകര്യം, ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ എല്ലാം നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. മനോഹരമായ ബാൽക്കണി, ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെ ലൂവേഴ്സ് എല്ലാം നൽകി സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ 3rd ബെഡ്റൂമിലേക്ക് പോയാൽ അറ്റാച്ച്ഡ് ബാത്റൂം വഴി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ്, അതേ സൈസിലുള്ള മറ്റുള്ള ബെഡ്റൂമിൻ്റെ അതേ സൈസിലുള്ള ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഡ്രസ്സിങ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വലിയൊരു വിൻഡോ ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം, വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നത്. ഈ 2 ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ എല്ലാം ഇട്ടാൽ ഒരു സ്റ്റഡി റൂം ആയി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ്, ഒരു റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. മനോഹരമായ ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ ആണ് കേട്ടോ. 2018 ഈ ഏരിയയിൽ വെള്ളം കയറിയിട്ടില്ല. ഫ്ലഡ് ബാധിക്കാത്ത ഒരു ലൊക്കേഷനിലാണ്, ഉയർന്ന പ്രദേശത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില, ഈ 3 ബെഡ്റൂമിൻ്റെ വീടിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ് കേട്ടോ. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വില്ല പ്രൊജക്റ്റിൽ തന്നെ 68 ലക്ഷം രൂപ നെഗോഷ്യബിൾ റേറ്റ് ആയിട്ടുള്ള 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന വീടുകൾ ഇവിടെ അവൈലബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി വരുമ്പോൾ ആ വീടുകളും നമുക്ക് കാണാവുന്നതാണ്. പിന്നെ എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.